ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ പ്രപ്പോസ് ചെയ്തു, പക്ഷേ ആ വ്യക്തി ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ നമുക്ക് കുറെ കൂടി ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക, അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നത് പ്രത്യേകമായിട്ടൊരു റീസൺ അവരെടുത്ത് പറഞ്ഞുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്ര പോരാ, അതുകൊണ്ട് എനിക്ക് ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നില്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു റീസൺ ആണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകില്ല എന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ ആ ഒരു റീസൺ നിങ്ങൾക്ക് തോന്നുകയാണ് അത് കറക്റ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുകയാണ് അത് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അതിലൊന്നുകൂടി ബെറ്റർ ആക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് തോന്നുകയാണ് ആ പറഞ്ഞ കാര്യത്തിൽ യാതൊരുവിധ കഴമ്പില്ല എന്നൊക്കെ പറയില്ല, അതായത് ആ പറഞ്ഞത് ഒരു റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ അതൊരു റോങ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് അവർ പറഞ്ഞത്, ഞാൻ അതിൽ ഓക്കെ ആണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ എനിക്കതിൽ കംഫർട്ടാണ്, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതായത് നിങ്ങൾക്ക് എന്താണോ ആ റിജക്ഷൻ, അല്ലെങ്കിൽ അവരെന്ത് റീസൺ പറഞ്ഞുകൊണ്ടാണോ നിങ്ങളോട് ആ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തത്, അതിൽ നിങ്ങൾക്കൊരു തോന്നലുണ്ടായിരിക്കും, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഉണ്ടായിരിക്കും, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. നിങ്ങൾക്ക് തോന്നുകയാണ് അത് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ചേഞ്ച് ദാറ്റ്. ഇൻ കേസ് നിങ്ങൾക്ക് തോന്നുകയാണ് അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. സോ നമ്മുടെ ആ ഒരു ലിമിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ അവർ പറഞ്ഞ ആ ഒരു ഒപ്പീനിയൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവർ പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം അതെന്താണോ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അണ്ടർസ്റ്റാൻഡ്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഒരു റിജക്ഷൻ നേരിടുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ആ റിലേഷൻഷിപ്പ് തന്നെ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് എനിക്ക് ആ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചില ആളുകൾ ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു റിജക്ഷൻ നേരിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അവരോട് സംസാരിക്കില്ല, അല്ലെങ്കിൽ എന്നെ ആരാണോ റിജക്ട് ചെയ്തത് അവരോട് സംസാരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളൊക്കെ വരുന്ന ഒരു ഗ്യാതറിംഗ് ഉണ്ടെങ്കിൽ അവരെയൊന്നും പങ്കെടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള പ്രോഗ്രാമിൽ നിന്നൊക്കെ മാറി നിൽക്കും. പിന്നീട് അവർക്ക് മുഖം കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയായിരിക്കും കൂടുതലായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവർ പറഞ്ഞ ആ ഒരു റിജക്ഷൻ അവരുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക, പക്ഷെ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂല് അത് കറക്റ്റാണ്, എനിക്കത് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യണമെന്ന് തന്നെ വിചാരിക്കുക. രണ്ടാണെങ്കിലും നിങ്ങളുടെ കോണ്ടാക്ട് അവരുമായിട്ട് സംസാരിക്കുന്നതിലൊരു മടി കാണിക്കുകയോ, അല്ലെങ്കിൽ അവര് എന്നെ റിജക്ട് ചെയ്തു അതുകൊണ്ട് ഇനി അവരോട് സംസാരിക്കുകയില്ല, ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് പലപ്പോഴും റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു റിജക്ഷൻ നേരിട്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കോണ്ടാക്ട് ഡിക്രീസ് ചെയ്യരുത്. നിങ്ങൾ അവരുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പോയിന്റാണ് മൂന്നാമത്തെ പോയിന്റ്. അതായത് ചില ആളുകൾക്ക് റിജക്ഷൻ എന്ന് പറയുന്നത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു റിജക്ഷൻ നേരിട്ട് കഴിഞ്ഞാൽ വളരെയധികം മെന്റലി ഒരു ഡൗൺ ആയി പോകുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ റിജക്ഷൻ എന്തോ വലിയ ഒരു പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു പ്രശ്നമാണ്, അതെന്നെ ഒരുപാട് എഫക്റ്റ് ചെയ്തു എന്ന രീതിയിലാണ് പിന്നീടുള്ള അവരുടെ ബിഹേവിയർ, അവരുടെ ഒരു പെരുമാറ്റം അങ്ങനെയായിരിക്കും. ഇനി നേരെ മറിച്ച് ഇറ്റ്സ് ഓക്കെ ദാറ്റ് റിജക്ഷൻ എന്ന രീതിയിലാണ് നിങ്ങൾ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ, ഈ രണ്ട് രീതിയിലാണെങ്കിലും ഒരാളുടെ കോൺഫിഡൻസ് ലെവൽ, അല്ലെങ്കിൽ ആ ഒരു റിജക്ഷൻ അവരെങ്ങനെ എടുത്തു എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. സോ നിങ്ങൾ ആ ഒരു റിജക്ഷൻ കോൺഫിഡൻ്റ് ആയിട്ടാണ് നേരിടാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എനിക്കത് ഓക്കെ ആണ് എന്ന രീതിയിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് മനസ്സിലാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്: ഇറ്റ്സ് ഓക്കെ ദാറ്റ് റിജക്ഷൻ, ഞാൻ എങ്ങനെയാണോ ഞാൻ അതിൽ ഓക്കെ ആണ് എന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്.
അതുകൊണ്ട് തന്നെ ബിഹേവ് ലൈക്ക് ഇറ്റ്സ് ഓക്കെ ദാറ്റ് റിജക്ഷൻ. സോ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു മൂന്നാമത്തെ പോയിന്റിൽ നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ എങ്ങനെയാണോ, ഞാൻ യുണീക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നൊരു ഇതുണ്ടായിരിക്കും. ഓരോ ആളുകൾക്കും ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടായിരിക്കും അവനവനെ കുറിച്ച്. സോ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ആ വ്യക്തി അങ്ങനെയാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യണം എന്ന രീതിയിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ആ വ്യക്തിക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുക, ഈ വ്യക്തി ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത് ജെന്യൂൻ ആയിട്ടാണ് നിൽക്കുന്നത് എന്നൊരു അറിവ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ റിജക്റ്റ് ചെയ്ത അതേ വ്യക്തി തന്നെ നിങ്ങളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന് നിങ്ങളെ അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ഈ 4ാമത്തെ പോയിന്റിലേക്ക് എത്തുന്നത്. അങ്ങനെ അവർ നിങ്ങളെ നമുക്ക് ഫ്രണ്ട്സ് ആവാം എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അക്സെപ്റ്റ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്. ആ ഒരു റിജക്ഷൻ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് അത് ഓക്കെയാണ്, അവർ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് പറഞ്ഞതും ഓക്കെ അല്ല എന്നുണ്ടെങ്കിലും ഇതേ പോയിന്റുകൾ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഈ പോയിന്റുകൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ റിജക്ഷൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതും ഒരു റിജക്റ്റ് ചെയ്ത റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ സ്റ്റെപ്സ് ഫോളോ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് കിട്ടും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.